2026 മാർച്ച് മാസത്തോടെ 500 രൂപ നോട്ടുകൾ ഘട്ടഘട്ടമായി പിൻവലിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സന്ദേശം സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. നോട്ട് നിരോധനത്തിന്റെ ഓർമ്മകൾ മായും മുമ്പേ പുതിയൊരു സാമ്പത്തിക പരിഷ്കരണത്തിന്റെ സാധ്യത ജനങ്ങളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. എന്നാൽ ഈ പ്രചാരണത്തിന്റെ സത്യാവസ്ഥ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അതായത് PIB ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വാർത്ത തികച്ചും വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച ഈ സന്ദേശം സത്യമാണെന്ന് വിശ്വസിച്ച് ആയിരക്കണക്കിന് ആളുകളാണ് ആശങ്കയിലായത്. പലരും തങ്ങളുടെ കൈവശമുള്ള 500 രൂപ നോട്ടുകൾ മാറ്റി നിൽക്കാനും കൈമാറാനും തിടുക്കം കാണിച്ചു. എന്നാൽ ഇത്തരം പ്രചാരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനമില്ലെന്ന് അധികൃതർ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ജനങ്ങളെ പരിഭ്രാന്തരാക്കിയ വ്യാജ സന്ദേശത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നോക്കാം. 2025 സെപ്റ്റംബർ 30 എല്ലാ ബാങ്കുകളും ATMകളിൽ നിന്ന് 500 രൂപ നോട്ടുകൾ വിതരണം ചെയ്യുന്നത് നിർത്തണമെന്ന് RBI ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ 75%വും 2026 മാർച്ച് 31 90% പണവും ATMകളിൽ നിന്ന് വിതരണം ചെയ്യുന്നത് നിർത്തും. 100, 200 എന്നീ നോട്ടുകൾ മാത്രമായിരിക്കും ATMകളിൽ നിന്ന് വിതരണം ചെയ്യുക. അതുകൊണ്ട് ഇപ്പോൾ മുതൽ നിങ്ങളുടെ കയ്യിലുള്ള 500 രൂപ നോട്ടുകൾ ഒഴിവാക്കാൻ തുടങ്ങൂ. ഈ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പടർന്നു പിടിച്ചു. ഇതിനോടകം തന്നെ 2 തവണ നോട്ട് നിരോധനം കണ്ട ഇന്ത്യക്കാർക്ക് ഇത് വലിയൊരു ആഘാതമായി. ബാങ്കുകളിലും മറ്റു സാമ്പത്തിക സ്ഥാപനങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ വർദ്ധിച്ചു. ആളുകൾ പരസ്പരം ഈ സന്ദേശം പങ്കുവെക്കുകയും 500 രൂപ നോട്ടുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതൊരു ചെറിയ സാമ്പത്തിക പ്രതിസന്ധിക്കും ആശയക്കുഴപ്പത്തിനും വഴിവെച്ചുവെന്ന് പറയാം. ഈ പ്രചാരണം തീർത്തും വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 500 രൂപ നോട്ട് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടില്ല. നിലവിൽ 500 രൂപ നോട്ടുകൾ പൂർണ്ണമായും സാധുവായി തുടരുമെന്നും അവ രാജ്യമെമ്പാടും സാധാരണ പോലെ ഉപയോഗിക്കാമെന്നും RBI അറിയിച്ചതായി PIB വ്യക്തമാക്കി. വ്യാജ വാർത്തകളെയും തെറ്റിദ്ധാരണകളെയും ചേർക്കുന്നതിനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ നോഡൽ ഏജൻസിയാണ് PIBയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ്. ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകി ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കുന്നു. ഈ വിഷയത്തിലും PIB കൃത്യസമയത്ത് ഇടപെട്ട് സത്യാവസ്ഥ പുറത്തുവിട്ടത് വലിയൊരു പ്രതിസന്ധി ഒഴിവാക്കാൻ സഹായിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം പ്രചരിക്കുന്ന സന്ദേശത്തിൽ പരാമർശിച്ചിരിക്കുന്ന നിർത്താനുള്ള തീയതികൾ 2025 സെപ്റ്റംബർ 30, 2026 മാർച്ച് 31 എന്നിവയാണ്. ഇത് ഭാവി തീയതികളാണ്. ഇത്തരം വ്യാജ സന്ദേശങ്ങൾ ഭാവിയെക്കുറിച്ച് തെറ്റായ പ്രവചനങ്ങൾ നടത്തി ജനങ്ങളിൽ ഭയം സൃഷ്ടിക്കാൻ ശ്രമിക്കാറുണ്ട്. 2016 1000, 500 രൂപ നോട്ടുകൾ പിൻവലിച്ച നോട്ട് നിരോധനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയിരുന്നു. അതിനുശേഷം 2000 രൂപ നോട്ടുകൾ അടുത്തിടെ പിൻവലിച്ചതും ജനങ്ങളെ ആശങ്കയിലാക്കി. ഈ സാഹചര്യത്തിലാണ് 500 രൂപ നോട്ടുകൾ പിൻവലിക്കുമെന്ന വ്യാജ പ്രചാരണം ശക്തിപ്പെട്ടത്. ഇത്തരത്തിലുള്ള മുൻ അനുഭവങ്ങൾ ജനങ്ങളിൽ അമിതമായ ഉത്കണ്ഠ സൃഷ്ടിക്കാൻ ഇത്തരം വ്യാജ വാർത്തകൾക്ക് എളുപ്പത്തിൽ കഴിയുന്നു. സാമ്പത്തിക വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് കറൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ മാത്രമാണ് വിശ്വസനീയമായ വിവരങ്ങൾ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഔദ്യോഗിക ഹാൻഡിലുകൾ, വിശ്വസനീയമായ വാർത്താ മാധ്യമങ്ങൾ എന്നിവയിലൂടെ മാത്രം വിവരങ്ങൾ തേടാൻ ജനങ്ങൾ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയിൽ വരുന്ന സന്ദേശങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്താതെ പങ്കുവെക്കുന്നത് കൂടുതൽ ആശങ്കകൾക്ക് ഈടയാക്കും. ഇത് ആദ്യമേയല്ല സോഷ്യൽ മീഡിയയിൽ സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത്. പലപ്പോഴും ആളുകളുടെ പരിഭ്രാന്തി മുതലെടുത്ത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും സാമൂഹിക അസ്ഥിരത സൃഷ്ടിക്കാനും ഇത്തരം സംഘങ്ങൾ ശ്രമിക്കാറുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങൾ അതിവേഗം പ്രചരിക്കുന്നതിനാൽ ഓരോ പൗരനും വ്യാജ വാർത്തകൾ തിരിച്ചറിയാനും അവ പ്രചരിക്കുന്നത് തടയാനും ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരു വാർത്ത ലഭിക്കുമ്പോൾ അതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് പരിശോധിക്കുക. ഔദ്യോഗിക ഏജൻസികൾ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അമിതമായി വൈകാരികമായ പ്രതികരണങ്ങൾക്ക് പേരിപ്പിക്കുന്ന ഉള്ളടക്കമാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നിവ പ്രധാനമാണ്. നിലവിൽ 500 രൂപ നോട്ടുകൾ പൂർണ്ണമായും സാധുവാണ്. അവ പിൻവലിക്കുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. അതിനാൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ഇത്തരം വ്യാജ വാർത്തകൾ അവഗണിക്കണമെന്നും അധികൃതർ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു.